വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക കേരള സഭ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് ലോക കേരള സഭ? ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ വേണ്ടി കേരള സർക്കാർ ആതിഥേയത്വം വഹിക്കുന്ന ഒരു പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. ഈ ലോക കേരള സഭ പ്രവാസി കേരളീയ വകുപ്പിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവാസി മലയാളികളുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ലോക കേരള സഭ എന്ന് പറയുന്ന ഈ സമ്മേളനം പരിപാടി നടക്കുന്നത്. സാധാരണ 2 വർഷത്തിൽ ഒരിക്കലാണ് ലോക കേരള സഭ എന്ന് പറയുന്ന ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക കേരള സഭയിലെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേതാവ് മുഖ്യമന്ത്രിയാണ്. അതിന്റെ ഉപനേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ്. സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീക്കറാണ്. ലോക കേരള സഭയിൽ ഒരു നിശ്ചിത അംഗങ്ങൾ ഉണ്ടാവും. ഇത് രാജ്യസഭ മാതൃകയിലാണ് ഇവിടെ അംഗത്വം. അപ്പൊ രാജ്യസഭയിൽ എങ്ങനെയാണോ അംഗത്വം അതുപോലെയാണ്. അതായത് 2 വർഷത്തിൽ ഒരിക്കൽ 1/3 ആൾക്കാര് പിരിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇവിടെ അംഗത്വം. കേരള ലോക്സഭയിൽ നിന്നുള്ള ആൾക്കാര്, കേരളത്തിലെ രാജ്യസഭയിൽ നിന്നുള്ള ആൾക്കാര്, അതുപോലെ തന്നെ കേരള നിയമസഭയിലെ അംഗങ്ങള്, പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങൾ എല്ലാം ചേർന്നതായിരിക്കും ലോക കേരള സഭയിലെ അംഗങ്ങളുടെ പ്രാതിനിധ്യം. അപ്പൊ ലോക കേരള സഭയിലെ അംഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടാവും, കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടാവും, കേരള നിയമസഭയിലെ അംഗങ്ങൾ ഉണ്ടാവും, കൂടാതെ പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന കുറച്ച് അംഗങ്ങൾ ഉണ്ടാവും. ഇത്തരം കാര്യം ക്ലിയർ ആയോ? എന്താ ലോക കേരള സഭ എന്നാ പറഞ്ഞേ? ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി കേരള സർക്കാർ തന്നെ ആതിഥേയത്വം വഹിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ഒരു നിശ്ചിത പെർസെന്റേജ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് നീക്കിയൊക്കെ വെക്കുന്നുണ്ട്. പ്രവാസി കേരളീയ വകുപ്പിന് കീഴിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് പ്രവാസികളായ മലയാളികളുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഇനി ലോക കേരള സഭ സമ്മേളിക്കുന്നത് 2 വർഷത്തിൽ ഒരിക്കലാണ്. ലോക കേരള സഭയിലെ അംഗത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യസഭാ മാതൃകയിലുള്ള അംഗത്വമാണ്. അതായത് 2 വർഷത്തിൽ ഒരിക്കൽ ലോക കേരള സഭയിൽ എത്രമാത്രം അംഗത്വം ഉണ്ടോ അതിൽ നിന്നും 1/3 ആൾക്കാര് പിരിഞ്ഞു പോകുന്ന രീതിയിലാണ്. ലോക കേരള സഭയുടെ നേതാവ് മുഖ്യമന്ത്രിയാണ്. ഉപനേതാവ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അതുപോലെ തന്നെ അതിലെ അംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവര്, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവര്, കേരള നിയമസഭ അംഗങ്ങള്, പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന നിശ്ചിത അംഗങ്ങൾ തുടങ്ങിയവരാണ് ലോക കേരള സഭയിലെ അംഗത്വം. ഇങ്ങനെയുള്ള ലോക കേരള സഭ ആദ്യമായിട്ട് സമ്മേളിച്ചത് അല്ലെങ്കിൽ പ്രഥമ ലോക കേരള സഭ നടന്ന വർഷം 2018 ജാനുവരി 12-നാണ്. 2018 ജാനുവരി 12-നാണ് നമ്മുടെ ആദ്യത്തെ ലോക കേരള സഭ, പ്രഥമ ലോക കേരള സഭ നടക്കുന്നത്. പ്രഥമ ലോക കേരള സഭയുടെ വേദിയായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. അതിന്റെ ഉദ്ഘാടകൻ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരുന്നു. ഇതിന്റെ ആപ്തവാക്യം, പ്രഥമ ലോക കേരള സഭയുടെ ആപ്തവാക്യം ഒന്നിക്കാം, സംവദിക്കാം, മുന്നേറാം എന്നതാണ്. ഒന്നിക്കാം, സംവദിക്കാം, മുന്നേറാം എന്നതാണ്. പ്രഥമ ലോക കേരള സഭയില് മൊത്തം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 351 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രഥമ ലോക കേരള സഭയിലെ അംഗങ്ങളുടെ എണ്ണം 351ആണ്. ഈ ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് വേദിയായത് എവിടെയാന്ന് ചോദിച്ചാൽ ദുബായിലാണ്. ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ദുബായിയാണ്. അതിന്റെയും ഉദ്ഘാടകൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇനി രണ്ടാമത് ലോക കേരള സഭയുടെ വേദിയായതും തിരുവനന്തപുരം ജില്ലയാണ്. അന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മൾ പറഞ്ഞു ഓരോ 2 വർഷം കൂടുമ്പോഴാണ്. 2018 ആദ്യം നടന്നു വെച്ചാൽ പിന്നെ 2020, പിന്നെ 22, 24 അങ്ങനെ ഓരോ വർഷങ്ങളിലാണ് അത് നടക്കുക. അപ്പോൾ ലോക കേരള സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 2018 ജാനുവരി 12-ന്. ഉദ്ഘാടകൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേദി തിരുവനന്തപുരം. ആപ്തവാക്യം ഒന്നിക്കാം, സംവദിക്കാം, മുന്നേറാമെന്നത്. അതിലെ പ്രഥമ ലോക കേരള സഭയിലെ അംഗങ്ങൾ 351. ലോക കേരള സഭയുടെ ആദ്യത്തെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് വേദിയായത് ദുബായി ആണ്. ഉദ്ഘാടനം ചെയ്തതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. രണ്ടാമത്തെ ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരത്തായിരുന്നു. അതിന്റെ ഉദ്ഘാടകൻ ആരായിരുന്നു എന്നാ പറയുന്നത്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇത്രയാണ് ലോക കേരള സഭ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.
ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.